എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും വിഷുവും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു എന്ന് കരുതട്ടെ. ഇന്ന് നമ്മളുള്ളത് ആളൂരാണ്, തൃശ്ശൂർ തന്നെയാണ്. ബയോമെക് 10L ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 2.5 കിലോ മാലിന്യവും 4 ലിറ്റർ വെള്ളം ഉപയോഗിക്കാവുന്ന മോഡലാണ്. ടോട്ടലി 1.5 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടും. ഇത് ഫുള്ളി വാട്ടർ ജാക്കറ്റ് മോഡലാണ്. സീൽഡ് മോഡൽ ഞങ്ങൾ ചെയ്യുന്നില്ല. ഒരുപാട് പേര് നമുക്ക് എൻക്വയറീസ് തരാറുണ്ട്. സീൽഡ് മോഡൽ ഞങ്ങൾ മെയിൻ്റനൻസിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തതാണ്. 2014 തന്നെ സ്റ്റോപ്പ് ചെയ്ത മോഡലാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അതിൻ്റെ വീഡിയോ ആണെന്ന്, വളരെ ഷോർട്ട് വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾ കണ്ട പോലെ ലെവലിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ പാറപ്പൊടി ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെതറി ഒന്ന് ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാന്റ് വയ്ക്കുന്നത്. പ്ലാന്റ് ഇറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാന്റ് ബേസ് വെള്ളം നിറച്ച് കൗഡങ് ഫീഡ് ചെയ്യലാണ്. മിക്സ് ചെയ്യുക, പുറത്തിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കാനും കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ ഗ്യാസ് ട്യൂബ് എടുത്ത് വയ്ക്കലാണ് നമ്മുടെ മെയിൻ പ്രക്രിയകൾ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 10 ദിവസം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 10 ദിവസം ചെയ്യേണ്ട ഒരു കാര്യം, ഈ സ്ലറി വരുന്നത് തിരിച്ചൊഴിച്ച് അതിനൊന്ന് റീസർക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ 10 ദിവസം വെയിറ്റ് ചെയ്ത് 11ാമത്തെ ദിവസമാണ് വേസ്റ്റ് ഇടേണ്ടത്. വേസ്റ്റ് ഇടേണ്ടത് ഓരോ മോഡലിലും ഓരോ ബക്കറ്റിൻ്റെ അളവുകളുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആനുവലും അതുപോലെ തന്നെ ബക്കറ്റിൻ്റെ അളവ് അതിൻ്റെ ഇല്ലസ്ട്രേഷനൊക്കെ തരുന്നതാണ്. അത് പ്രകാരമാണ് നമ്മൾ വേസ്റ്റ് ഇടേണ്ടത്. വേസ്റ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ വേസ്റ്റും വെള്ളം കൂടി ഡ്രെയിനായി പോവും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം പോയി വേസ്റ്റ് ഇൻലെറ്റിൽ നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് വേസ്റ്റ് ഒഴിക്കാൻ പറയുന്നത്. വളരെയധികം ചെറുതാക്കി നുറുക്കിയതിന് ശേഷം വേണം ബക്കറ്റിലേക്ക് നിക്ഷേപിക്കാനായിട്ട്. ബക്കറ്റിൽ അത് എടുത്തു വെച്ച് ഒരു ദിവസം അഴുകിയതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് ഇടേണ്ടത്. എല്ല് മുള്ളു വരെ ഇടാം. ഓരോ മോഡലിനും അതിൻ്റേതായ ലിമിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് വേസ്റ്റുകൾ ഇടാം. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഞങ്ങൾ പറയുന്ന ഡയറക്ഷനിൽ തന്നെ ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ല് വരും. ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇതിൽ ദുർഗന്ധം വരുന്നത്? ദുർഗന്ധം വരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ഓവറായിട്ട് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസിനറേറ്ററും സോളാറും മാനുഫാക്ചറിങ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേറെയുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ആവശ്യകതകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ഗുഡ് ബൈ.